ചെന്നായിയും ആട്ടിൻകുട്ടികളും. പണ്ടൊരു കാലത്ത് ഒരു വനത്തിനകത്ത് അതിമനോഹരമായ ഒരു ചെറിയ വീട്ടിൽ ഒരമ്മയാടും 7 കുട്ടികളും വസിച്ചിരുന്നു. ഒരിക്കൽ ആടുകൾക്കിടയിൽ ഒരു വൻപിച്ച മത്സരം നടന്നു. ഇരുണ്ട വനത്തിൽ നിന്നുള്ള ആടുകളാണ് മത്സരിക്കാൻ വന്നത്. അങ്ങനെ ഒരിക്കൽ കൂടി ഗ്രാൻഡ് പുള്ളി വീണ്ടും മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. ഗ്രാൻഡ് പുള്ളി, ഗ്രാൻഡ് പുള്ളി, ഗ്രാൻഡ് പുള്ളി, ഗ്രാൻഡ് പുള്ളി. ഇനി ഗ്രാൻഡ് പുള്ളിയോട് മത്സരിക്കാൻ വേറെ ആരെങ്കിലും തയ്യാറാണോ? ഇതാ അടുത്തതായി മത്സരിക്കാൻ വരുന്നു വലിയ കൊമ്പുകളുള്ള ധീരയായ മാർത്ത എന്ന ആട്. തലമുട്ടു. 1, 2, 3 ആരംഭിക്കൂ. രണ്ടാടുകളും വളരെ ശക്തിയോടെ തമ്മിൽ ഉന്തിത്തള്ളിക്കൊണ്ടിരുന്നു. ഗ്രാൻഡ് പുള്ളി അമ്മ ആടിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് തള്ളി. അവൾ വലയത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിന്റെ പ്രോത്സാഹനം കേട്ടപ്പോൾ അമ്മ ആട് ഗ്രാൻഡ് പുള്ളിക്ക് ഒരു തള്ളു കൊടുത്തു. അപ്പോൾ അവൻ വലയത്തിൽ നിന്നും പുറത്തായി. മാർത്ത മത്സരത്തിൽ വിജയിച്ചു. കുട്ടികളെല്ലാവരും അമ്മയ്ക്ക് ചുറ്റും കൂടി അവളെ കെട്ടിപ്പിടിച്ചു. അമ്മേ, അമ്മ അവനെ തോൽപ്പിച്ചു, സബാഷ്. കാണികൾക്കിടയിൽ കൗശലക്കാരനായ ഒരു ചെന്നായ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓ, എന്തുമാത്രം കുട്ടികളാണ്! കുറെ ദിവസം കഴിക്കാമല്ലോ. വാ മക്കളെ, എനിക്ക് സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോകാനുണ്ട്. അമ്മ മക്കളോടൊപ്പം അവിടെ നിന്ന് പുറപ്പെട്ടു. അവരുടെ പുറകെ ചെന്ന് അവരെവിടെയാണ് താമസിക്കുന്നതെന്നറിയാൻ ചെന്നായ തീരുമാനിച്ചു. നടന്നുകൊണ്ടിരിക്കെ അമ്മയ്ക്കൊരു സംശയം തോന്നി. അവൾ തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൾ അവിടെ ചെന്നായയുടെ കാൽപ്പാടുകൾ കണ്ടു. കൗശലക്കാരനായ ചെന്നായ, ഒരു ദിവസം ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കും. അവർ വീട്ടിലെത്തിയ ശേഷം അമ്മയ്ക്ക് ഷോപ്പിങ്ങിനായി പുറത്തേക്ക് പോകേണ്ടി വന്നു. ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ്. ആര് വന്നാലും നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കരുത്. ആരും മറക്കരുത്, ഒരു കൊതിയനായ ചെന്നായ ഇവിടെ ചുറ്റി നടക്കുന്നുണ്ട്. അതിന് കറുത്ത നിറവും ഭീകരമായ കൈപ്പത്തികളും കനത്ത ശബ്ദവുമുണ്ട്. ആരെങ്കിലും മുട്ടിയാൽ വാതിൽ നന്നായി അമർത്തി അടയ്ക്കണം. സൂക്ഷിക്കണം. ഞാൻ പോകുന്നു. ബൈ അമ്മേ. അമ്മ ആട് മാർക്കറ്റിലേക്ക് പോകുന്നത് മരങ്ങൾക്ക് പുറകിൽ നിന്ന് ചെന്നായ കണ്ടു. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. നിങ്ങൾ മാർക്കറ്റിലേക്ക് പോയിക്കോ. ഞാൻ നിങ്ങളുടെ 7 കുട്ടികളെയും ഒട്ടും തന്നെ വേദനിപ്പിക്കാതെ നേരിട്ട് വയറ്റിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആർക്കും സംശയത്തിനിടം കൊടുക്കാതെ ചെന്നായ ആടുകളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവൻ തന്റെ വേഷം മാറിയിരുന്നു. വാതിൽ തുറക്കൂ, ഞാൻ തിരിച്ചെത്തി മക്കളെ. ആട്ടിൻകുട്ടികൾ പരസ്പരം നോക്കിയെങ്കിലും ആരും വാതിൽ തുറന്നില്ല. വാതിൽ തുറക്കൂ, ഞാൻ നിങ്ങളുടെ അമ്മയാണ്. ഞാൻ മാർക്കറ്റിൽ നിന്നും തിരിച്ചെത്തിയിരിക്കുന്നു. വേഗം വാതിൽ തുറക്കൂ. കനത്ത ശബ്ദം കേട്ടപ്പോൾ അമ്മ അവരോട് പറഞ്ഞത് അവർ ഓർത്തു. നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. നീ ചെന്നായിയാണ്. ഞങ്ങളുടെ അമ്മയുടെ ശബ്ദം വളരെ മധുരമുള്ളതും കട്ടിയില്ലാത്തതുമാണ്. നിന്നെ പോലെ പരുപരുത്തതല്ല. മര്യാദയ്ക്ക് പോയിക്കോ. ഞങ്ങൾ നിനക്ക് വാതിൽ തുറന്നു തരില്ല. ചെന്നായ അതിശക്തമായി വാതിലിൽ തട്ടിക്കൊണ്ടിരുന്നു. ഭയന്ന് വിറച്ച കുട്ടികൾ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. അപ്പോൾ ചെന്നായക്കൊരു ബുദ്ധി തോന്നി. അവനൊരു ബേക്കറിയിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് തേനൂറിക്കൊണ്ടിരുന്ന ഒരു വലിയ കേക്ക് വാങ്ങിച്ചു. അത് കഴിച്ചാൽ ശബ്ദത്തിന് മധുരമുണ്ടാകുമെന്ന് അവൻ കരുതി. ഇനി എനിക്ക് അമ്മ ആടിനെ പോലെ സംസാരിക്കാം. അവൻ വീണ്ടും അമ്മയാടിനെ പോലെ സംസാരിക്കാൻ പരിശീലിച്ചു. തിരിച്ചു വന്നു മക്കളെ, ഞാൻ തിരിച്ചു വന്നു. എന്നിട്ടവൻ 7 ആട്ടിൻകുട്ടികളുള്ള വീട്ടിലേക്ക് ചെന്ന് വാതിലിൽ മുട്ടി. വാതിൽ തുറക്കൂ. ആ മണ്ടൻ ചെന്നായ പുഴയിൽ മീൻ തിന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു മക്കളെ. ആട്ടിൻകുട്ടികൾ പരസ്പരം നോക്കിയെങ്കിലും അവർ വാതിൽ തുറന്നില്ല.
വേഗമാകട്ടെ, വാതിൽ തുറക്ക്. ഇത്തവണ കുട്ടികൾക്ക് ചെറിയൊരു സംശയം തോന്നി. ശബ്ദം ഏകദേശം അമ്മയുടേതുപോലെയായിരുന്നു. ഒരു ആട്ടിൻകുട്ടി വാതിൽ തുറക്കാനായി ചെന്നപ്പോഴേക്കും മറ്റൊരാട്ടിൻകുട്ടി വാതിലിനടിയിലൂടെ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു. നിൽക്ക്, നീ ഞങ്ങളുടെ അമ്മയല്ല. അവർക്ക് ഇതുപോലെ കൂർത്ത നഖങ്ങളില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ ചെന്നായേ. ഒരിക്കൽ കൂടി അവൻ കഠിനമായി പ്രവർത്തിച്ചിട്ടും വാതിൽ തുറക്കാൻ കുട്ടികൾ വിസമ്മതിച്ചത് അവന് മനസ്സിലായി. പിന്നീട് ചെന്നായ ജനാലയിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു നോക്കി. അത് തറയിൽ നിന്ന് വളരെ ഉയരത്തിലായിരുന്നു. ചെന്നായ വീടിനകത്തേക്ക് കയറാനായി പതുക്കെ പതുക്കെ ചെങ്കല്ലുകൾ അടുക്കി വെച്ചു. ഒടുവിലവൻ ജനാലയ്ക്കരികിലെത്തി. അതിലൂടെ അകത്തേക്ക് നോക്കി അവൻ പറഞ്ഞു, വിഡ്ഢിയായ ആട്ടിൻകുട്ടികളെ, ഞാൻ നിങ്ങളെ ഓരോരുത്തരെയായി തിന്നാൻ പോവുകയാണ്. ഹേയ് വിഡ്ഢി ചെന്നായേ, നീ ബുദ്ധിമാനാണെന്ന് കരുതിയിരിക്കുകയാണോ? നീ ഇപ്പൊ കണ്ടോ? കുട്ടികൾ ചെന്നായയുടെ മേൽ പാത്രങ്ങൾ വലിച്ചെറിഞ്ഞു. ചെന്നായയുടെ തലയിൽ ഒരു വലിയ മുഴയുണ്ടായി. അത് കാല് തെറ്റി താഴെ വീണു. എല്ലാ പരിശ്രമങ്ങളും തോറ്റപ്പോൾ ചെന്നായയുടെ ബുദ്ധി പ്രവർത്തിക്കാതെയായി. പിന്നീട് അവൻ ഒരു വലിയ മരത്തടി കൊണ്ടുവന്ന് വാതിലിൽ അതിശക്തമായി ഇടിച്ചു. ഇത്തവണ ഞാൻ ചെന്നായയാണ്, നിങ്ങളുടെ അമ്മയല്ല. ഇവിടെ നിന്ന് പോയിക്കോ. ഇല്ല, ഞാൻ ഈ വാതിൽ പൊളിക്കും. നിങ്ങളുടെ ജീവൻ ഇതോടെ അവസാനിക്കും. എല്ലാ കുട്ടികളും ഒറ്റക്കെട്ടായി വാതിലിൽ ചാടി. 4-5 പ്രാവശ്യം ശ്രമിച്ചിട്ടും മരത്തടി പൊട്ടിപ്പോയെങ്കിലും വാതിൽ പഴയതുപോലെ തന്നെ ഉണ്ടായിരുന്നു. വളരെ ആലോചിച്ചതിനു ശേഷം ചെന്നായ ഒരു മില്ലിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചാക്കുകളിൽ മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ കാലുകൾ അതിൽ പൂഴ്ത്തി. കാലുകൾ വെള്ള നിറമാവുന്നതുവരെ തുടർന്നു. വീണ്ടും ചെന്നായ ആടുകളുടെ വീട്ടിൽ ചെന്ന് തുടർച്ചയായി വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു. കുട്ടികളെ, വാതിൽ തുറക്ക്. ഇത്തവണയും ആട്ടിൻകുട്ടികൾ പരസ്പരം നോക്കി. പക്ഷെ അവർ വാതിൽ തുറന്നു കൊടുത്തില്ല. ഓ, ഞാനാ ചെന്നായിയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചതല്ലേ? ഞാൻ നിങ്ങളുടെ അമ്മയാണ് മക്കളെ. ഞാൻ നിങ്ങൾക്ക് കടയിൽ നിന്നൊരു പ്രത്യേക സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. വാതിൽ തുറക്കൂ മക്കളെ. ശബ്ദം ശരിക്കും അമ്മയുടേതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഏറ്റവും ചെറിയ ആട്ടിൻകുട്ടി വാതിലിനടിയിലൂടെ നോക്കി. കുട്ടികൾ വാതിൽ തുറന്ന് അത് സ്ഥിരീകരിക്കാൻ നോക്കി. പക്ഷേ അവർ എന്തുമാത്രം ഞെട്ടിപ്പോയി എന്നറിയാമോ? പല്ലുകളും കനത്ത ശബ്ദവുമുള്ള ചെന്നായ മുരണ്ടു. നിങ്ങളെല്ലാവരും എന്റെ വയറ്റിനകത്തേക്ക് കടക്കും. എന്റെ ഭക്ഷണം കരയാൻ പാടില്ല. കുട്ടികൾ പേടികൊണ്ട് അങ്ങുമിങ്ങും ഓടി. ഒരു കുട്ടി മേശക്കടിയിലേക്ക് പോയി. മറ്റൊരു കുട്ടി കട്ടിലിനടിയിലേക്ക് പോയി. വേറൊരു കുട്ടി കബോർഡിനുള്ളിലേക്ക് പോയി. ഒരു കുട്ടി ഓവനിൽ പോയി ഒളിച്ചു. മറ്റൊരു കുട്ടി ബേരലിൽ പോയി ഒളിച്ചു. ഏറ്റവും ചെറിയ കുട്ടി മുത്തശ്ശന്റെ ക്ലോക്കിനകത്ത് പോയി ഒളിച്ചു. ഞാൻ നിങ്ങളെ വിഴുങ്ങുന്നതിന് മുൻപ് ഒളിച്ചുകളി നടത്തുകയാണോ? ഓരോരുത്തരെയായി ആ ചെന്നായ ഒളിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടി. എന്നിട്ടവൻ ഓരോരുത്തരെയായി വിഴുങ്ങിക്കൊണ്ടു. രക്ഷപ്പെട്ടത് ഏറ്റവും ചെറിയ ആട്ടിൻകുട്ടി മാത്രമായിരുന്നു. ഒരു പഴയ ഘടികാരത്തിനകത്ത് ആട്ടിൻകുട്ടിക്ക് ഒളിക്കാൻ സ്ഥലമുണ്ടാവുമെന്ന് ചെന്നായ വിചാരിച്ചിരുന്നില്ല. എത്ര രുചികരമായ ഭക്ഷണമാണ് കഴിച്ചത്! നല്ല ആട്ടിറച്ചി. അമ്മയാട് വരാൻ നേരമായെന്ന് മനസ്സിലാക്കിയ ചെന്നായ ഉടൻ തന്നെ അവിടെ നിന്നും പുറപ്പെട്ടു. താമസിയാതെ അമ്മ ആട് മാർക്കറ്റിൽ നിന്നും തിരിച്ചെത്തി. ദൂരെ നിന്ന് വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് അവൾ കണ്ടു. അവൾ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവൾ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളെല്ലാം പൊട്ടിക്കിടക്കുന്നു. തുണികളെല്ലാം കീറിയിരിക്കുന്നു. വീട് മുഴുവനും അലങ്കോലമായിരിക്കുന്നു. കുട്ടികളെ എവിടെയും കാണാൻ കഴിഞ്ഞില്ല. അമ്മ ഒരു കസേരയിൽ ഇരുന്ന് വേദനയോടെ കരയാൻ തുടങ്ങി. അവൾ കരഞ്ഞുകൊണ്ടിരിക്കെ പഴയ ഘടികാരത്തിന്റെ വാതിൽ മലർക്കെ തുറന്നു. കറുത്ത കുട്ടി പുറത്തേക്ക് ഓടി വന്നു. അമ്മ മകളെ കെട്ടിപ്പിടിച്ച് മടിയിലിരുത്തി കരഞ്ഞു. പൊന്നു മോളെ, എന്താണ് സംഭവിച്ചത്? ബാക്കിയുള്ള കുട്ടികളെല്ലാം എവിടെ? അത് ശരിക്കും ഭീകരമായിരുന്നു. ചെന്നായ വന്ന് എന്റെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ തിന്നു. പക്ഷെ വാതിൽ തുറക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അത് ചെന്നായിയാണെന്ന് ഉറപ്പാക്കാനും പറഞ്ഞിരുന്നു. കുട്ടി നടന്ന സംഭവങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. ചെന്നായയുടെ കൗശലങ്ങളെപ്പറ്റിയും
എന്റെ മോൾ കരയാതിരിക്കെ. ചെന്നായെ, നീ എന്റെ പാവം മക്കളെ കബളിപ്പിച്ചു. ആ ദുഷ്ടൻ ചെന്നായുടെ കഥ ഞാൻ കഴിക്കും. വാ, നമുക്ക് പോയി അവനെ കണ്ടുപിടിക്കാം. ചെന്നായെ കണ്ടുപിടിക്കാൻ ആ അമ്മ പുറപ്പെട്ടു. കൂർക്കം വലിക്കുന്ന ശബ്ദം അമ്മ ആട് കേട്ടു. ആരോ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായി. അത് കൊതിയനായ ചെന്നായയായിരുന്നു. ആട്ടിൻകുട്ടികളെ തിന്നതിനാൽ അവന്റെ വയറ് വല്ലാതെ നിറഞ്ഞിരുന്നു. അവൻ എല്ലാം മറന്ന് ഗാഠമായി ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അമ്മ ആടിനൊരു ആശയം തോന്നി. അമ്മയാട് കുറച്ച് നൂലും സൂചിയും കത്രികയും കൊണ്ടുവന്നു. അവൾ പതുക്കെ ചെന്നായയുടെ വയറ് കത്രിക കൊണ്ട് മുറിച്ചു. ചെന്നായ വിഴുങ്ങിയ കുട്ടികൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി കുട്ടികളെ കണ്ടപ്പോൾ ഇളയ മകൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മോളെ, ഒച്ച വെക്കാതിരിക്കെ, ഇല്ലെങ്കിൽ നീ ചെന്നായെ ഉണർത്തും. ഓരോരുത്തരെയായി ചെന്നായയുടെ വയറ്റിൽ നിന്നും അമ്മയാട് പുറത്തെടുത്തു. വേഗമാകട്ടെ, ശബ്ദമുണ്ടാക്കരുത്. അവൻ ഉണർന്നതിന് മുൻപ് നാം ഇവിടെ നിന്ന് പോകണം. ഒടുവിൽ എല്ലാ കുട്ടികളും സുരക്ഷിതരായി പുറത്തു വന്നു. ശരി, ഞാനിത് തുന്നി ചേർക്കാം. നിൽക്ക്, ഞാൻ കുറച്ച് കല്ലുകൾ വാരിക്കൊണ്ടുവരാം. അങ്ങനെ അവർ ചെന്നായയുടെ വയറ് കല്ലുകൾ കൊണ്ട് നിറച്ചു. എന്നിട്ടത് വീണ്ടും തുന്നിക്കൂട്ടി. അതിയായ ദാഹത്തോടെ ചെന്നായ എഴുന്നേറ്റു. വയറ് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഓ, ഈ കുട്ടികൾ ദഹിക്കാൻ കുറെ സമയമെടുക്കുന്നു. എനിക്ക് വല്ലാത്ത ദാഹം. ചെന്നായ പുഴയുടെ അടുത്തേക്ക് നടന്നു. കാലുകൾ പൊക്കാൻ അവൻ ഒട്ടും തന്നെ സാധിച്ചില്ല. എന്റെ വയറിനെന്തൊരു ഭാരമാണ്. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. പക്ഷെ വെള്ളം കുടിക്കാനായി അവൻ പുഴയിലേക്ക് ചെന്നപ്പോൾ വയറ് കാരണം അവൻ ഉരുണ്ട് പുഴയിലേക്ക് വീണു. അമ്മയും ആട്ടിൻകുട്ടികളും പുഴയുടെ അടുത്തേക്ക് ചെന്നു. ചെന്നായ വെള്ളത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കി. പക്ഷെ കല്ലുകളുടെ ഭാരം കാരണം അവൻ വെള്ളത്തിന്റെ അടിയിലേക്ക് താണു പോയി. അമ്മയും കുട്ടികളും അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. ദുഷ്ടനായ ചെന്നായ മരിച്ചു. എല്ലാ ആട്ടിൻകുട്ടികളും അമ്മയോടൊപ്പം വീട്ടിലേക്ക് നടന്നു.